നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയിൽ എഫ് സി ബാഴ്സലോണയ്ക്ക് വിജയം. ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ അലാവസിനെ പരാജയപ്പെടുത്തുമ്പോൾ ഗോൾ അടിച്ചത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. ബാഴ്സയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവൽ ലാമിൻ യമാലും റോബർട്ട് ലെവൻഡോസ്കിയും റാഫീഞ്ഞയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മുന്നേറ്റങ്ങൾ നയിക്കാൻ. പക്ഷേ കളിയുടെ തുടക്കത്തിൽ വലിയ ആശങ്ക. ഗാവിയും അലാവസ് താരവും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. രണ്ടുപേരെയും പിൻവലിക്കേണ്ടി വന്നു. സ്ട്രെച്ചറിൽ അലാവസ് താരത്തെ കൊണ്ടുപോകുന്നു. ഗാവി കണ്ടിന്യൂ ചെയ്യാൻ തയ്യാറായിരുന്നു, പക്ഷേ അത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ ഉപദേശിക്കുകയും പിന്നീട് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഏതായാലും എഫ് സി ബാഴ്സലോണ ഒടുവിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 61-ാമത്തെ മിനിറ്റിലാണ് റോബർട്ട് ലെവൻഡോസ്കിയുടെ ഗോൾ പിറക്കുന്നത്. അത് വിജയ ഗോളായിട്ട് മാറി. ഇതോടുകൂടി ഈ സീസണിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് 30-ലധികം ഗോളുകളിലേക്ക് എത്തുന്ന ടോപ്പ് 5 ലീഗിലെ ആദ്യ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ലാമിൻ യമാൽ ഈ ഒരു മത്സരത്തിലെടുത്ത പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. പൊളിച്ചടുക്കിയ ഒരു പെർഫോമൻസാണ് യുവതാരത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ബാഴ്സലോണയുടെ ഈ ഒരു വിജയം കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടുന്ന ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരുന്നു. സോ റയലുമായിട്ടുള്ള ആ ഒരു പോയിന്റ് വ്യത്യാസം 4 കുറക്കാൻ ഇപ്പോൾ ബാഴ്സയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. 22 കളികളിൽ നിന്ന് 45 പോയിൻ്റാണ് ബാഴ്സയ്ക്കെങ്കിൽ ഒന്നാമതുള്ള റയലിന് 22 കളികളിൽ നിന്ന് 49 പോയിന്റ്, രണ്ടാമതുള്ള അത്ലറ്റിക്കോക്ക് 22 കളികളിൽ നിന്ന് 48 പോയിന്റ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.